ശരിയായ വർഗീയത ഇളക്കിവിടാൻ അദ്ദേഹം തന്നെ, പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. രാജ്യത്ത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിച്ചാൽ അതീവ കുറ്റകരവുമായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ വർഗീയത ഇളക്കിവിടാനോ ഒരു ജനവിഭാഗത്തിനെതിരായി സംസാരിക്കാനോ ഒരു ജനവിഭാഗത്തിൽ ആശങ്കയും ഭയപ്പാടും സൃഷ്ടിക്കുമാറുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്താനോ പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമല്ല, സാധാരണ ഘട്ടത്തിലായാലും പാടില്ലാത്ത ഒന്നാണത്. മതവിദ്വേഷമുണ്ടാക്കുന്ന പ്രചരണം നമ്മുടെ രാജ്യത്ത് നിരോധിച്ചതാണ്. പക്ഷേ ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളെയാണ് അപമാനിക്കും വിധം നരേന്ദ്രമോദി സംസാരിച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ സംസാരം വന്ന ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് തടയിടേണ്ടതാണ്. പ്രധാനമന്ത്രിയെന്നോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നിയമവാഴ്ച ഉറപ്പുള്ള ഒരു രാജ്യത്ത് നിയമവും ചട്ടവും അതിൻ്റേതായ വഴിക്ക് നീങ്ങേണ്ടതാണ്. അങ്ങനെ നീങ്ങിയിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഈ കാര്യത്തിൽ തടയിട്ടുകൊണ്ട് രംഗത്ത് വരാൻ കഴിയുമായിരുന്നു.